ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോമാൻ റോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെർഫെക്റ്റായി എങ്ങനെ വീട്ടിൽ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഗ്രിൽഡ് ചിക്കൻ എന്ന് പറയുമ്പോൾ നല്ല സ്പെഷ്യൽ മസാലയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ശരിക്കും അടിപൊളിയാണ്. ഒരു വട്ടം നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങളിങ്ങനെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ആദ്യമായി ചിക്കൻ മാറിനേറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഹാഫ് തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്യാം. അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മളിതെല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ അറബിക് മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഇത്രയും ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞിട്ടില്ല, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ മാഗി ക്യൂബ്, അതായത് ചിക്കൻ സ്റ്റോക്ക് എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഈ മസാല കിട്ടുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരല്പം പോലും വെള്ളം നമ്മളിതിൽ ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മസാല നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ചിക്കനിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്കിന്നോട് കൂടി ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും ഈ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ സ്കിന്നോട് കൂടി ചിക്കൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റും സ്പെഷ്യൽ ഫ്ലേവറും ഒക്കെയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ്. അങ്ങനെ നമ്മുടെ മസാല നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിത് മിനിമം 1 അവർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ചിക്കനിലേക്ക് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കനൊക്കെ എടുക്കാം. നമുക്ക് ഈ ബാക്കിയുള്ള മസാലയിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊട്ടറ്റോയും കുറച്ച് ക്യാപ്സിക്കോ ആഡ് ചെയ്യുന്നുണ്ട്. ക്യാപ്സിക്കം നമ്മൾ മസാല ഉണ്ടാക്കാൻ ഹാഫ് എടുത്തിരുന്നു, ബാക്കി ഹാഫ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. വെജിറ്റബിൾസ് എല്ലാം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് എയർ ഫ്രയറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഞാനൊരു മീഡിയം സൈസ് സവാള 4ആയിട്ട് കട്ട് ചെയ്തത്, ഒരു ഹാഫ് തക്കാളി, നമ്മളൊരു ഹാഫ് തക്കാളി ആദ്യം മസാലയ്ക്ക് എടുത്തിരുന്നു, അതിൻ്റെ ബാക്കി തക്കാളി നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലായി നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 200 ഡിഗ്രിയിൽ നമുക്കിതൊരു 1/2 മണിക്കൂർ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് ചിക്കൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു ചിക്കൻ സ്റ്റോക്ക്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതേപോലെ തന്നെ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഈ ചിക്കനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചിക്കനിലേക്ക് നന്നായി ഇത് ബ്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ബാക്കി സമയം കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി, ഹാർഡൊന്നും ആയിട്ടില്ല, എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പീസ് ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ചിക്കൻ എത്രത്തോളം സോഫ്റ്റ് ആണെന്നും എത്രത്തോളം ജ്യൂസി ആണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കാം. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.